Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ് ഇന്റൻസി കെയർ യൂണിറ്റ് അത് കുറച്ചെടുത്തായിരുന്നു, വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നമ്മൾ ഐസിയുനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. എന്താണ് പെട്ടെന്ന് അല്ലെ ഒരു പേഷ്യന്റിന് പെട്ടെന്ന് ക്രിട്ടിക്കലി ഉണ്ടാവുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഐസിയുയിലേക്കൊക്കെ ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ ഭയങ്കര അല്ലെ നല്ല എഫിഷ്യന്റ് ആയിരിക്കും, ഏബിൾ ആയിരിക്കും അല്ലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട്. അത്ത ടൈമില് എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അവൈലബിൾ ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ്, അതായത് അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് ഐസിയുയില് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമം ഷെയർ ചെയ്യാം ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിലേക്ക് പോകാം. എന്താണ് പറയുന്നത്? പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്. സാധാരണയായിട്ട് ഐസിയുന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ആളെ വാർഡിലേക്കൊക്കെ ആക്കാം എപ്പോഴാ തീരുമാനിക്കുക? അങ്ങനെ കൊണ്ടുവന്ന അല്ലെ ഐസിയുവിൽ കിടന്നിരിക്കുന്ന പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ വാർഡിലേക്കോ വീട്ടിലേക്കൊക്കെ പറഞ്ഞേക്കോ? ഇല്ല അല്ലെ, അവര് ഒരു ഓക്കെയാണ്, സ്റ്റേബിൾ ആണെന്ന് കണ്ടുകയും അല്ലെ, അവർ വലിയ കുഴപ്പമില്ല, വാർഡിലാണെങ്കിലും ട്രീറ്റ്മെന്റ് കുറഞ്ഞാലാണ് അവരെ അല്ലെ ആ ഒരു അസുഖം ഒന്ന് പറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ ഇൻ കേസ് വാർഡിലെ ട്രീറ്റ്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് കാണുന്ന അവസ്ഥയിലാണ് പേഷ്യന്റിനെ ആ ഭാഗത്തേക്ക് അല്ലെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പേഷ്യന്റ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്. അയാൾ വലിയ കുഴപ്പമില്ലാതെ റിക്കവർ ആകുന്നുണ്ടായിരുന്നു അല്ലെ, ആ അസുഖത്തിന്റെ കുറച്ചും കൂടി ഭേദഗതി വരുന്നുണ്ട്, വലിയ എന്താണ് വഷളായിക്കൊണ്ടിരിക്കുന്ന അസുഖത്തെ ഇത്രയും കൂടി അല്ലെ നോവായിട്ട് തന്നെ മരുന്നിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതായി കഴിയുമ്പോൾ സാധാരണയായിട്ട് ഐസിയുയിൽ ഡിസ്ചാർജ് ചെയ്യും. നെക്സ്റ്റ് നോക്കുമ്പോ പേഷ്യൻസ് ഇൻ ഹോം ഇമ്മീഡിയറ്റ് ട്രീറ്റ് ഈസ് lessened but need close observation can either be discharged to wards or intermediate care area depending on need for a ICU bed. ചിലപ്പോഴൊക്കെ നമുക്കറിയാം പേഷ്യന്റിന് അല്ലെ അവിടെ ബെഡിന്റെ ഒരു കാര്യം കൂടി എപ്പോഴും കൗണ്ട് ചെയ്യും അല്ലെ, ഐസിയുല് അവൈലബിൾ ആണോ ബെഡ് അല്ലെ, അതിനനുസരിച്ചിട്ട് പേഷ്യന്റിനെ നമ്മൾ ചിലപ്പോൾ വാർഡിലേക്കൊക്കെ മാറ്റാവുന്നതാണ്. ഈ കേസ് ബെഡ് അവൈലബിൾ അല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രോഗികളൊക്കെ എന്ത് ചെയ്യും, വാർഡിലേക്ക് മാറ്റും അല്ലെ. അങ്ങനെ അത് ശ്രദ്ധിക്കണം അല്ലെ. ഇൻ കേസ് അവിടെ അവൈലബിലിറ്റി ആണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്, അതായത് ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അനുസരിച്ച്. ഇതെല്ലാ ഹോസ്പിറ്റലിലും ഉള്ള കാര്യമല്ല, നമുക്കറിയാം ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഹോസ്പിറ്റലാണ് എങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം അവിടെ അല്ലെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതേസമയം ചില ഹോസ്പിറ്റലിലൊക്കെ ബെഡിന്റെ അവൈലബിലിറ്റിയും കൂടി ഉറപ്പ് വരുത്തിയിട്ടാണ് ബെഡ് എന്താണ് പേഷ്യന്റിനെ വാർഡിലേക്കും ഐസിയിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയറായോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേഷ്യൻസ് in home that is agreed to be implementing even if intensive care is continued again kept in ICU depending on availability of resources. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള വലിയ ഹോസ്പിറ്റലൊക്കെ ആണ് എങ്കിൽ കേസ്
രോഗി ഡെത്ത് അല്ലെ എന്തായാലും രോഗിക്ക് മരണം സംഭവിക്കുമെന്ന് അറിഞ്ഞാൽ കൂടി എന്താണ് ICUയിൽ ഉള്ള പരിശീലനത്തിന് വലിയ പ്രശ്നമില്ല, ബെഡൊക്കെ അവൈലബിൾ ആണ് എങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ വേണമെങ്കിൽ പേഷ്യന്റിനെ ICU തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാവുന്നതാണ്. നമുക്കറിയാം അല്ലെ, പുറത്തുനിന്ന് വ്യക്തികളൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അല്ലെ, പേഷ്യൻസിനോട് വളരെ അടുത്ത ബന്ധുക്കളൊക്കെ വരാനുണ്ടെങ്കിൽ ബെഡിന്റെ സൗകര്യങ്ങളും ICUയിൽ ഉണ്ടെങ്കിൽ ഡെത്ത് ഇൻ കേസ് നമുക്കറിയാം രോഗി ഡെത്തിനോട് അഭിമുഖീകരിക്കേണ്ടതായിട്ട് എന്തായാലും വരും, എങ്കിൽ കൂടി ICUയിലെ ട്രീറ്റ്മെന്റ് അവരെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാഹചര്യം ഒരുക്കിക്കൊള്ളും. ഓക്കെ, അപ്പൊ 2-3 തരത്തില് തന്നെ. ഒന്ന് നമുക്കറിയാം നാച്ചുറലി എന്താണ് പേഷ്യന്റ് രോഗി അല്ലെ ആ ഒരു അസുഖത്തിനോട് വലിയ കുഴപ്പമില്ലാതെ തന്നെ സാധാരണ ലെവലിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലും കുഴപ്പമില്ലാത്ത സ്റ്റേജിലാവുമ്പോൾ നമ്മൾ ICUയിലെ ട്രീറ്റ്മെന്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ദെൻ നെക്സ്റ്റ് നോക്കുമ്പോൾ പേഷ്യന്റിന്റെ ആ ഒരു അവൈലബിലിറ്റി അല്ലെ, അവിടെ ബെഡിന്റെ അവൈലബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പേഷ്യന്റിന് ചിലപ്പോ ബെഡിന്റെ ആ ഒരു അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ശുശ്രൂഷ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നു. മറ്റൊന്നെന്ന് പറയുന്നത് ഡെത്തിനോട് ചേർന്ന് കിടക്കുന്ന രോഗിയാണ് എങ്കിലും അല്ലെ, അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് രോഗിയെങ്കിലും എന്താണ് അവിടെ വലിയ പ്രശ്നമില്ലാത്ത ഫെസിലിറ്റി ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICUs. ICUയിലെ അല്ലെ ഇൻചാർജ് ഉള്ള വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്താ പറയുന്നത്, ഈസ് ഫസ്റ്റ് വൺ ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. അദ്ദേഹമായിരിക്കും ഇൻചാർജ് ഉള്ള വ്യക്തിയാണ് അല്ലെ അവിടെ പ്രധാനമായിട്ടും റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിലകൊള്ളേണ്ടതായിട്ട് വരുന്നത്. കാരണം നമുക്കറിയാം ഇൻചാർജ് ഉള്ള വ്യക്തിയാണ് ആ യൂണിറ്റിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അല്ലെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തമായിരിക്കും അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹമായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ, അതായത് തുടർച്ച നൽകാം എന്നുള്ള ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് അല്ലെ, പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. ആ ഒരു ഒപ്പീനിയൻ എടുക്കുന്നതും എല്ലാം അതിന്റെ ഉത്തരവാദിത്വവും ആർക്കാണ്? ഇൻചാർജ് ഉള്ള പേഴ്സൺ തന്നെയാണ്. നെക്സ്റ്റ് അറേഞ്ച് ടീച്ചിങ് ആൻഡ് supervision of junior staff who needed comprehensive instructions not only regarding patient care but also for use of unfamiliar equipment. നമുക്കറിയാം ഇൻചാർജ് ഉള്ള പേഴ്സൺസ് അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് താഴെയുള്ളവരെ അല്ലെ ജൂനിയേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. അത് മാത്രമല്ല ഇൻ കേസ് അല്ലെ ചിലപ്പോൾ എക്യുപ്മെന്റ്സ് ഒക്കെ ഫെമിലിയർ അല്ല എങ്കിൽ അല്ലെ അത് യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കഴിവ് കുറഞ്ഞവരാണെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്കിൽ അതിന്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതെല്ലാം തന്നെ ആര് തന്നെയാണ്? അവിടെ ഇൻചാർജ് ഉള്ള പേഴ്സൺ ആണ്. ഓക്കെ, അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instructions not only regarding patient care അല്ലെ പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല but also for the use of unfamiliar equipment. ഈ എക്യുപ്മെന്റുകളൊക്കെ അത് നമുക്ക് പരിചിതമല്ലാത്തതാണ് എങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിന് പരിചിതമല്ല എങ്കിൽ അത് പരിചിതമാക്കുന്ന തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം പങ്കുവെക്കുന്നത് ആര് തന്നെയാണ്? ഇൻചാർജ് ഓഫ് ICU ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. അതായത് എക്യുപ്മെന്റ് അല്ലെ ICUയിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ് അത് വേണം അല്ലെ, ഇത്രയും എക്യുപ്മെന്റ്സുകൾക്ക് ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ അതിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നതും ICU ഇൻചാർജ് ഉള്ള പേഴ്സൺ തന്നെയാണ്. ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. അതിന്റെ സേവനങ്ങൾ അല്ലെ അത് കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സമഗ്രമായിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ അതിൻ്റെതായിട്ടുള്ള സർവീസുകളൊക്കെ വേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അറ്റകുറ്റപ്പണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വ ബോധവും അതിലാണ് ഇൻചാർജ് പേഴ്സൺ ആണ്. Then should initiate research and be recognized as an authority. ഞാനിവിടെ എടുത്ത് പറയുന്നത് ഇൻ കേസ് എന്തെങ്കിലും ഗവേഷണ കാര്യങ്ങൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്നത് അല്ലെ,
ചിലപ്പോഴൊക്കെ ഐസിയുലെ കാര്യങ്ങൾക്കൊക്കെ ചിലരൊക്കെ പഠിക്കാനും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെ ഓടി വന്ന് എല്ലാവർക്കും കയറി ഐസിയുലെ ട്രീറ്റ്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ? അപ്പൊ വിത്ത് പെർമിഷൻ, ആരുടെ പെർമിഷൻ ആണ് അവിടെ വരുന്നത്? ഇൻചാർജ് ഉള്ള പേഴ്സന്റെ പെർമിഷനോട് കൂടി മാത്രമാണ് അവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ മുൻകൈ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഷുഡ് ഇനിഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി recognized as an authority. Then I should review all treatment regimen with the staff. അതായത് എല്ലാ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അല്ലെ, എല്ലാവിധ രീതികളും ജീവനക്കാരുമായിട്ട് എന്തെങ്കിലും അവലോകനം ചെയ്യേണ്ടതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ഡിസ്കസ് ചെയ്ത് അവരുടെ പോരായ്മകളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ട ഒരു വ്യക്തിത്വവും ആര് തന്നെയാണ്? ഇൻചാർജ് ഉള്ള പേഴ്സൺ തന്നെയാണ്. ഐസിയുവിലെ ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എന്താണ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അവലോകനങ്ങളൊക്കെ നടത്തി അതൊക്കെ പരിഹരിച്ചു മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ചിലപ്പോഴെങ്കിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഹു ഈസ് റെസ്പോൺസിബിലിറ്റി അല്ലെ, ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഇൻചാർജ് വരുന്ന വ്യക്തി അല്ലെ, അവയുടെ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി പോകാം. ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്, then provide a continuity of clinical care, arrange teaching and supervision of a junior staff who needed a comprehensive instruction not only regarding patient care but also for the uses unfamiliar equipment. അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരരുത്. ഇപ്പൊ ഐസിയുവിലെ എക്യുപ്മെന്റുമായിട്ടുള്ള ഒരു ഫെമിലിയാരിറ്റീസ് അല്ലെങ്കിൽ ഇൻ കേസ് അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ള പവർ ആർക്കാണ്? ഇൻചാർജ്, ഐസിയുവിലെ ഇൻചാർജ് ഉള്ള പേഴ്സൺ ആണ്. is responsible for purchasing and servicing of ICU equipment അല്ലെ. അവിടുത്തെ എക്യുപ്മെന്റിലേക്ക് പർച്ചേസിംഗും സർവീസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആരാണ്? ICU ഇൻചാർജ് ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നു? ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. തേർഡ് പോയിന്റ് എന്നോടെ പറയാം. arrange teaching and supervision of a junior staff who needed comprehensive instructions not only regarding a patient care but also for use unfamiliar equipment. അതായത് അവിടെ നമുക്കറിയാം ഐസിയുവിലെ രോഗികളെ പരിചരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് അല്ലെ. അവിടെയുള്ള ഏതൊരു നഴ്സുമാരുടെ ആണെങ്കിലും അല്ലെ, ഏതൊരു സ്റ്റാഫിന്റെ ആണെങ്കിലും ഡ്യൂട്ടിയാണ്. ഇപ്പൊ ജൂനിയർ സ്റ്റാഫിന് അത്തരം പരിചരണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇൻചാർജ് ഉള്ള പേഴ്സൺ ആണ്. അതോടൊപ്പം തന്നെ എന്താണ് പറയുന്നത്? കോംപ്രിഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ് നോട്ട് ഓൺലി റിഗാർഡിംഗ് പേഷ്യന്റ് കെയർ ബട്ട് ഓൾസോ ഫോർ യൂസ് ഓഫ് അൺഫെമിലിയർ എക്യുപ്മെന്റ്സ്. അവിടെ എല്ലാ തരത്തിലുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ അല്ലെ, അതില് എന്തെല്ലാം വേണം? പേഷ്യന്റിനുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വേണം. അതോടൊപ്പം തന്നെ എക്യുപ്മെന്റ് അല്ലെ, അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമുക്കറിയാം. ഐസിയുവിലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മോണിറ്ററിംഗ് മെഷീനും ഒരുപാട് എക്യുപ്മെന്റ്സുകളെല്ലാം ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ. അത് ഫെമിലിയർ ആക്കുന്നത്, അതിനോട് അല്ലെ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും അൺഫെമിലാരിറ്റീസുകൾ ഉണ്ടെങ്കിൽ, അതായത് ഉപയോഗിക്കാൻ അറിയാത്ത എന്തെങ്കിലും വശങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും ആർക്കാണ്? ഇൻചാർജ് ഉള്ള പേഴ്സൺ തന്നെയാണ്. ക്ലിയർ ആയോ? വേറെന്തെങ്കിലും? ക്ലിയറാണ്. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ. എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ ഭരണാധികാരികൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ്? അൺസ്യൂട്ടബിൾ എൻവയറൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. അതായത് അവിടെയുള്ള രോഗികളുടെ സുരക്ഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അത് മസ്റ്റായിട്ടും അനുയോജ്യമായിട്ടുള്ള എൻവയറൺമെന്റ് സൃഷ്ടിക്കേണ്ടത് ആര് തന്നെയാണ്?
ഹോസ്പിറ്റലിലെ ഭരണാധികാരികളാണ്. സഫീഷ്യന്റ് റിസോഴ്സസ് ഇല്ല, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്, അതായത് അവിടെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിലും അല്ലെ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും റിസോഴ്സസ് എല്ലാം തന്നെ എന്താണ് സഫീഷ്യന്റ് ആയിട്ടുള്ളതാണ് അല്ലെ, മതിയായ രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത, അതായത് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള എക്യുപ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്, കാര്യക്ഷമതയുള്ള റിസോഴ്സസ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം, അതായത് മതിയായ അല്ലെ നമുക്കറിയാം ഐസിയുലെ ട്രീറ്റ്മെന്റിന്റെ മതിയായ നഴ്സുമാരും ഡോക്ടേഴ്സും അല്ലെ എല്ലാവരുടെയും സേവനമാണ് ആവശ്യമാണ്. അതെല്ലാം കഴിവിട്ടവരായിരിക്കണം അല്ലെ, അത് ഉറപ്പുവരുത്തേണ്ടതും അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റഫറൻസ് സിസ്റ്റംസ്, അതായത് മാനദണ്ഡങ്ങളെല്ലാം അല്ലെ ശുശ്രൂഷ മാനദണ്ഡങ്ങളെല്ലാം വളരെ പ്രോപ്പർ ആയിട്ടുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് റഫറൻസ് സിസ്റ്റംസ് അല്ലെ ഓരോന്നും റഫർ ചെയ്യുമ്പോഴെല്ലാം അല്ലെ കൃത്യമായിട്ടുള്ള മാനദണ്ഡം വെച്ച് തന്നെയായിരിക്കണം റഫർ ചെയ്യേണ്ടത്. നമുക്കറിയാം ഓരോന്നും അല്ലെ എക്യുപ്മെന്റ്സിലും വരുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. ആ റെഫറൻസ് എല്ലാം തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്തായിരിക്കണം. എൻഷുർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ്, അതായത് ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി അല്ലെ, എപ്പോഴും ഗുണമേന്മയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം അല്ലെ, ഗുണനിലവാരം ഉറപ്പുവരുത്തണം, അത് മസ്റ്റ് ആയിട്ടാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കണം. കേസ് ചിലപ്പോൾ ഡോക്ടേഴ്സിനോ നഴ്സുമാർക്കൊക്കെ പുതിയ എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അല്ലെ ഉപയോഗം ചിലപ്പോൾ കിട്ടിയിരുന്നില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്ത് എല്ലാത്തിന്റെയും ഗുണനിലവാരം ഉറപ്പാക്കണം അല്ലെ. ഏത് യൂസ് ചെയ്യുന്ന ഏതൊരു എക്യുപ്മെന്റ് ആണെങ്കിലും ഏതൊരു വ്യക്തിയുടെ സേവനമാണെങ്കിലും അത് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ രോഗികളുടെ അഡ്മിഷനും അല്ലെ ഇപ്പൊ ഐസിയുയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷനും അവരുടെ ഡിസ്ചാർജ് പ്രൊസീജിയർ എല്ലാം തന്നെ ആ നയങ്ങളെല്ലാം തന്നെ നല്ല ഗുഡ് ആയിരിക്കും അല്ലെ, പ്രോപ്പർ ആയിരിക്കും. നല്ല രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മാത്രമാണ് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള പോളിസികൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും അത് ആ പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പാക്കി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പറയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉറപ്പുവരുത്തേണ്ട മറ്റൊരു ഘടകമാണ് പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചിലർക്കൊക്കെ അല്ലെ ആ ഒരു ടൈമിങ്ങില് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്കറിയാം ക്രിട്ടിക്കൽ കെയർ അല്ലെ ഐസിയുയിലെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ സമയത്തിന് കൂടുതൽ പ്രാധാന്യമാണ്. കൃത്യസമയത്താണ് അവർക്ക് ആ ഒരു ഐസിയുയിലെ ട്രീറ്റ്മെന്റ് ലഭ്യമാകുന്നതെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ ആരോഗ്യനില ആ സമയം കൊണ്ട് തന്നെ മെച്ചപ്പെട്ട് പോരാൻ സാധിക്കും അല്ലെ. അപ്പൊ അഡ്മിഷനും ഡിസ്ചാർജ് ഒക്കെ എടുക്കുന്ന ടൈമൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു ഉറപ്പുവരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. അതിന്റെ നടപടിക്രമങ്ങളും അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നല്ലൊരു പോളിസി നയത്തോടു കൂടിയിട്ടായിരിക്കണം നടപ്പാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ആണ്. അവിടെയും നമുക്കറിയാം അല്ലെ അറേഞ്ച് സൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. പിന്നെ ഐസിയു ട്രീറ്റ്മെന്റിലൊക്കെ ആണെങ്കിൽ ആരാണ് അതിനൊക്കെയുള്ള അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻഷുർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് ആരെ എൻഷുർ ചെയ്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റ് ആണ് അതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാണെങ്കിൽ ആൻസർ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ജസ്റ്റ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും അല്ലെ. ഇതൊക്കെ ഫോർത്ത് പോയിന്റ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റഫറൽ സിസ്റ്റംസ്, അതായത് നമ്മൾ എപ്പോഴും ശരിയായ റഫറൽ സംവിധാനം അവിടെ ഉൾപ്പെടുന്നതാണ് അല്ലെ, അത് ഉൾപ്പെടുത്തിയിരിക്കണം. റഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം തന്നെ നമ്മൾ പറയുന്നില്ലേ എല്ലാം ചെക്കപ്പ് ചെയ്ത് അത് ഓക്കെയാണ് അല്ലെ, ആ എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിരിക്കണം, ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം തന്നെ കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് പേഷ്യന്റിന് അതിന്റെ ആ ഒരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നല്ലൊരു ഇപ്പൊ നമ്മൾ പറഞ്ഞു ഐസിയുയിൽ കയറ്റേണ്ട പേഷ്യൻസ് ഏത് ടൈമിലുള്ള ഏത് മാറ്റേഴ്സ് വരുമ്പോഴാണ് ഐസിയുയിൽ പേഷ്യൻസിനെ കയറ്റേണ്ടത്. അതായത് ആ ഒരു ടൈം ഉണ്ട് അല്ലെ, അവർക്ക് പ്രഷർ ചിലപ്പോൾ ലോ ആയി പോകുന്നു, അല്ലെങ്കിൽ ഷുഗർ കൂടിപ്പോ എന്തെങ്കിലും ആ ഒരു വേരിയേഷൻ അല്ലെ, ആ ഒരു കറക്റ്റ് ടൈമിലൊക്കെ തന്നെയായിരിക്കണം അവിടെ അവരെ കയറ്റേണ്ടത്. അത് മാത്രമല്ല അവരുപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് മാനദണ്ഡ കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമാണ് പേഷ്യന്റിന് ഗുണപരമായിട്ടുള്ള സർവീസ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ടും അവരുടെ റിസൾട്ട് അല്ലെ അവർക്ക് ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ച് എന്താണ് ഐസിയുവിൽ നിന്ന്
വാർഡിലേക്കൊക്കെ പോരാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ പറയുന്നത് പ്രോപ്പർ അല്ലെ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ ലോക്കൽ അസിസ്റ്റൻസ്. ാണോ? ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട്. ഇതിന്റെ ഭാഗത്തു നിന്നൊക്കെ ചില കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസുകളോ അല്ലെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. റെസ്പോൺസിബിലിറ്റി ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി, അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെ. ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒന്ന് മനസ്സിലാക്കി പോകുക എല്ലാ പോയിന്റ്സും. അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി ആണ്. അപ്പൊ പല പല വ്യക്തികളുണ്ടല്ലോ. ഒന്ന് ഇൻചാർജ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിലുള്ളവരുണ്ട്, സെക്രട്ടറി ഉണ്ട്. അപ്പൊ ഇനി ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? എ യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU ഈസ് നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ who family members and visitors meet when coming to the ICU. അതായത് നമുക്കറിയാം അല്ലെ, ICUയിലെ യൂണിറ്റിലെ സെക്രട്ടറി ആണ് ആദ്യമായിട്ട് അല്ലെ സാധാരണയായിട്ട് കുടുംബാംഗങ്ങളായിട്ട് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അവർക്ക് ആദ്യം വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പങ്കുവെച്ചു കൊടുക്കുന്നത് ആരാണ്? ICUയിലെ യൂണിറ്റ് ആരാണ്? യൂണിറ്റ് സെക്രട്ടറി അല്ലെ. അപ്പൊ അത് മാറിപ്പോവാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാം. ഫസ്റ്റ് പേഴ്സൺ അല്ലെ, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് മീറ്റ് when coming to ICU അല്ലെ. ICUയിൽ വരുന്ന അഡ്മിഷനൊക്കെ ആയിട്ട് വരുന്നവരോട് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് നമ്മുടെ സെക്രട്ടറി ആണ്. കോൾ ആൻഡ് പാസ് ഓൺ മെസ്സേജ് പ്രോപ്പർലി. അപ്പൊ അവർക്ക് പ്രധാനമായിട്ടും നമുക്കറിയാം അവര് കോളുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും. മെസ്സേജുകളൊക്കെ കൃത്യമായിട്ട് തന്നെ പാസ് ചെയ്യേണ്ടവർക്കൊക്കെ പാസ് ചെയ്യേണ്ടതുണ്ട്. സെക്രട്ടറി. നമുക്ക് നോക്കാം. അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമിൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്. അപ്പൊ ICUയിൽ വരുന്നത് കൊണ്ട് തന്നെ അല്ലെ, ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫസ്റ്റ് പേഴ്സണിന്റെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് എന്താ വെൽക്കം ചെയ്യുക അല്ലെ. എല്ലാ ഗ്രീറ്റിംഗോട് കൂടിയിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ അവരെയൊക്കെ വെൽക്കം ചെയ്യുക. ലിസണിംഗ് ടു ഡിറ്റർമിൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവരെന്താണോ പറയുന്നത് അല്ലെ, എന്താണോ ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ആരാണ് അവര് എന്താണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. Secretary is liable to answer basic questions and provide general information such as visiting hours for the ICU. നമുക്കറിയാം എന്താണ് അവിടെ ICUയിൽ ഒന്നും എപ്പോഴും സേവനങ്ങള് അതായത് എല്ലാവർക്കും അത് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കില്ല. അവർക്കൊക്കെ അല്ലെ വിസിറ്റേഴ്സിനൊക്കെ വന്നും പോകേണ്ടൊക്കെ സമയക്രമൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ആ നിർദ്ദേശങ്ങളെല്ലാം സെക്രട്ടറിയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ചോദിക്കുന്ന അല്ലെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് ICU സെക്രട്ടറിയാണ്. ക്ലിയർ അല്ലേ? ICU സെക്രട്ടറിയിലേക്ക് വരാം. ICU സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആണ്. അദ്ദേഹമാണ് കോളുകളും മെസ്സേജുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അതേമാതിരി തന്നെ ക്ലയന്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസറുകൾ കൊടുക്കുക. മാത്രമല്ല വിസിറ്റിംഗ് ടൈം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. Then, if cannot provide information concerning the medical status of the patient, it is the secretary who help point the customers in the right direction and refers them to other staff members if needed. In case നമുക്കറിയാം ഓരോ രോഗിക്കും അല്ലെ കൃത്യമായിട്ട് ICUയിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെയൊക്കെ രോഗികളൊക്കെ അഡ്മിഷൻ എടുക്കും ഉണ്ടാവില്ലേ? പെട്ടെന്നൊക്കെ അഡ്മിഷൻ ഇപ്പൊ ചിലപ്പോൾ ഈ രോഗിയുടെ ഒരു ആരോഗ്യനിലയെ കുറിച്ചിട്ട് ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ഒരുപാട് വിവരണം ചിലപ്പോൾ നൽകാൻ പറ്റാത്ത സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്
അവരെ പെട്ടെന്ന് തന്നെ ഐസിയുലേക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ ഇഫ് കാനോട്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻ കൺസേണിംഗ് ദ മെഡിക്കൽ സ്റ്റാറ്റസ് ഓഫ് എ പേഷ്യന്റ്, പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ടൊന്നും ഇൻഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ദ സെക്രട്ടറി ഹു ഹെൽപ്പ് പോയിന്റ് ദ കസ്റ്റമേഴ്സ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഈ റിലേറ്റീവ്സിലൊക്കെ ആയിരിക്കും കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ ഡയറക്ഷൻസ് സെക്രട്ടറിക്ക് എന്താണ് ഈ രോഗിയെ സംബന്ധിച്ച് ഡയറക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഏത് തരത്തിലുള്ള അല്ലെ എന്താണ് ഈ വ്യക്തിയുടെ അവസ്ഥ എന്നൊക്കെ ഉള്ളത് ഡയറക്റ്റ് ചെയ്ത് അല്ലെ അത് നിർദ്ദേശിച്ച് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അതർ സ്റ്റാഫ് മെമ്പേഴ്സ് ഇൻ കേസ് മറ്റ് സ്റ്റാഫുകൾ ഇപ്പൊ നമ്മള് പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ വന്നു കഴിയുമ്പോൾ രോഗിയോട് ചോദിച്ചറിയാനുള്ള സാവകാശം വരുന്നില്ല അല്ലെ. സെക്രട്ടറി ഒക്കെ ചിലപ്പോ പേഷ്യന്റിനോടോ റിലേറ്റീവ്സിനോടോ ഉണ്ടെന്ന് വന്നിരിക്കുന്ന വ്യക്തികളോട് ചോദിച്ചറിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ സെക്രട്ടറി ആയിരിക്കും മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന രോഗി ഇന്ന സമയത്ത് ഇന്ന സംഭവങ്ങളൊക്കെ സംഭവിച്ചു, ഇന്ന കാര്യമൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ഡയറക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെ സെക്രട്ടറി അവരുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയുള്ള സാഹചര്യം വരും അല്ലെ. ICU ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പെർഫോം ക്ലറിക്കൽ ടാസ്ക് അപ്ഡേറ്റ്സ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. നമുക്കറിയാം എപ്പോഴും ICU ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ അവൈലബിൾ ആണോ അല്ലെ ബെഡ് എന്നുള്ള കാര്യം. അങ്ങനെ ബെഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ക്ലറിക്കൽ ആയിട്ടുള്ള മറ്റ് കടമകളൊക്കെ നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയും സെക്രട്ടറിക്ക് ഉണ്ട്. മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യൻസ് റെക്കോർഡ്സ്. അതുപോലെ തന്നെ ഫയലുകൾ അല്ലെ ഓരോ പേഷ്യന്റിന്റേതായിട്ടുള്ള റെക്കോർഡുകളും ഫയലുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അത് നടപ്പാക്കി അപ്ഡേഷനൊക്കെ വരുത്തി നിലനിർത്തി കൊണ്ടുപോകുന്നതും ആര് തന്നെയാണ് നമ്മുടെ സെക്രട്ടറി ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ ഏകോപിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങളും കൈകാര്യം ചെയ്യുന്നതും നമ്മുടെ ICU സെക്രട്ടറി തന്നെയാണ്. ICU സെക്രട്ടറി എന്ന് പറയുമ്പോൾ എന്താണ് ICUയിലെ ഒരു അല്ലെ ഫാമിലി മെമ്പറെ പോലെ അല്ലെ മറ്റുള്ളവരോട് നേരിട്ട് ഇടപെടുന്ന ഒരു ഫാമിലി മെമ്പറെ പോലെയുള്ള ഒരു പ്രധാന ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹമാണ് എന്താണ് മറ്റു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള റെസ്പോണ്ടുകളൊക്കെ ചെയ്യുന്നത്. ഇൻ കേസ് അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റാഫിന് കിട്ടിയില്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ഡയറക്ഷൻ കൊടുക്കുന്നതും നമ്മുടെ സെക്രട്ടറി തന്നെയാണ്. പിന്നെ ബെഡ് സ്റ്റാറ്റസ് ഇടുന്നതും അതോടൊപ്പം തന്നെ എന്താണ് ഫയലുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഒക്കെ അതായത് നമ്മളിപ്പോ ഓപ്പറേഷൻ ICU കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ടി വരുന്നത്. ചിലപ്പോൾ അതിന്റെ ടൈം ടു ടൈമില് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല എങ്കിൽ സെക്രട്ടറിയുടെ തന്നെ വേണ്ടതെല്ലാം കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് നോക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം ഡ്യൂട്ടീസ് ആണ് ICU സെക്രട്ടറിക്കുള്ളത്. വായിച്ചു നോക്കാം. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. മെയിൻറ്റെയിൻ ഫയൽസ് ആൻഡ് ICU സെക്രട്ടറി റെസിഡന്റ് എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ പൊസിഷനാണ്. സെക്രട്ടറിക്കുള്ള ഒരു പൊസിഷനാണ്. തീർച്ചയായിട്ടും മിക്കവാറും ICU സെക്രട്ടറി എന്ന് പറയുന്നത് അല്ലെ നമ്മളിപ്പോ ഫ്രണ്ട് ഓഫീസിലെ ഒരു സ്റ്റാഫിനെ പോലെയുള്ള ഒരു സ്റ്റാഫ് തന്നെയായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഇത്തരം ഡ്യൂട്ടികൾക്കുള്ള ഇൻചാർജ് വ്യത്യസ്തമാണ്. ഓക്കെ, അത് എന്താണ് ഇൻ കേസ് നമുക്കറിയാം ബെഡ് സ്റ്റാറ്റസ് ആരാണ് ഇടുന്നത് അല്ലെ. പെർഫോം ക്ലറിക്കൽ ടാസ്ക് ഓർ അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ ICU അല്ലെ. ICU ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അതെല്ലാം സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെ ചിലപ്പോഴൊക്കെ മാറി മാറി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് കോർഡിനേറ്റ് അല്ലെ. In case which other departments to coordinate with the ICU. Okay, ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇതുകളെല്ലാം അല്ലെ ഇത്തരത്തിലുള്ള നമ്പർ 1 പോയിന്റ്സുകളെല്ലാം തന്നെ തന്നിട്ട് അതിൽ ഫിക്സ് ചെയ്ത് ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഇതുകൾ പോയിന്റ്സ് ഉൾപ്പെടുത്താം.
അപ്പൊ ICU ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണോ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണോ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാം മൂന്നും ഒന്ന് എത്തി വായിച്ചു നോക്കിയാൽ മതി. 3 വ്യക്തികളുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരെ നമുക്കറിയാം. അത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പൊ അവർക്ക് എക്യുപ്മെന്റ്സും അവിടെ നല്ല എൻവയോൺമെന്റും നല്ല വർക്കേഴ്സിനെയും അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. കാരണം സെക്രട്ടറി ഒരു വർക്കർ മാത്രമാണ്. അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരെ ചെയ്തു കൊടുക്കേണ്ടതാണ്. ICU സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഒരു മൈൻഡിലേക്ക് കൊണ്ടുവരാം. അതായത് പേഷ്യന്റിന്റെ റിലേറ്റീവ്സും അവരൊക്കെ ആയിട്ട് നേരിട്ട് അഭിമുഖീകരിക്കുന്ന പേഴ്സൺ. അവരെ ചോദിച്ചറിയുന്നു, അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ, സമയക്രമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ സെക്രട്ടറിയാണ്. ഇൻ കേസ് അവരായിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റാതെ വരുമ്പോൾ മീഡിയേറ്റർ ആയിട്ട് സ്റ്റാഫിനും ഒരു പേഷ്യന്റ് റിലേറ്റീവ്സിനൊക്കെ ഇടയിൽ മീഡിയേറ്റർ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് സെക്രട്ടറിക്കുള്ളത്. ഇൻചാർജ് നോക്കിയാണെങ്കിൽ നമുക്കറിയാം ആ ഓൺ ഡ്യൂട്ടി അല്ലെ എന്താണ് ആ ഒരു ICU എന്ന ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള ട്രീറ്റ്മെന്റുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരിക അല്ലെ. അവിടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഓക്കെയാണോ, അവിടെ കൃത്യമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇൻ കേസ് സ്റ്റാഫുകൾക്കൊക്കെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മേൽനോട്ടം വഹിച്ച് എന്താണ് എക്യുപ്മെന്റ്സിന്റെ ഉപയോഗക്രമമൊക്കെ കൃത്യമായിട്ടൊന്നുമില്ലാതെ ഇൻചാർജിലാണ് അതിൻ്റെ ഉള്ളിൽ ഒക്കെ പ്രവർത്തിച്ചു വരുന്നത്. അവിടെ നമുക്കറിയാം സെക്രട്ടറിയുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുന്നത്, അവിടെ ഇൻചാർജ് ആണ് അതിൻ്റെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ആ ഒരു 3 രീതിയിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആ ഒരു ICU എന്ന സ്ഥാനത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വ്യക്തി, അതായത് കണക്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സ്റ്റാഫ്, then എന്താണ് ആ സ്ഥാപനത്തിന്റെ ഒരു സ്ഥാപക ഡ്യൂട്ടി, അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവന്റെ ഡ്യൂട്ടി. ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകളൊന്നുമില്ല. ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? ഇത് നമുക്ക് നെക്സ്റ്റ് ലെസണിലേക്ക് കിടക്കാം. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഒരു ചെറിയ ലെസണാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് 4 പേജേ ഉള്ളൂ. നമുക്ക് ഒന്നാമത്തെ കാര്യം ICUവിനെ കുറിച്ചിട്ട് ചെറിയൊരു ധാരണയൊക്കെ ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് മൊഡ്യൂളിലുള്ള പേപ്പറാണ്. സെക്കൻഡ് പേപ്പറില് വിഷയമുണ്ടോ? അതെ അതെ, സെക്കൻഡ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിലുള്ള സബ്ജക്ട്സ് ഏതാണ്ട് കവർ ചെയ്ത് കഴിഞ്ഞില്ലേ? നീ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഏത് ലെസനാണ് എടുക്കാനുള്ളത്? ഓക്കെ, ഇനിയിപ്പോ എടുക്കാനുള്ളവരെ എന്തായാലും അവസാനിപ്പിച്ചോളും. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നമുക്ക് കിടക്കാം.
എന്തായാലും എല്ലാവരെയും അല്ലെ ഈ ഒരു 3 മന്തിനുള്ളിൽ നിങ്ങൾക്കുള്ള ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസുകൾ അവസാനിപ്പിക്കേണ്ടതാണ്. എല്ലാവരും എടുത്തോ? സ്റ്റാർട്ട് ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തില് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഏതായിരിക്കും? ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ വർക്കേഴ്സ് ഉള്ളത് ഏത് മേഖലയിലാണ്? ഡോക്ടർമാരുടെ മേഖലയാണോ, ട്രെയിനിങ് സ്റ്റാഫ് ആണോ, നഴ്സിംഗ് ആണോ? അല്ലെ, ഒരുപാട് നഴ്സുമാരാണ് അവിടെ കൂടുതൽ ഉണ്ടാവുക അല്ലെ. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും രോഗി പരിചരണത്തിന് നഴ്സുമാരുടെ ആവശ്യകത കൂടുതലാണ്. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള രോഗികളായിരിക്കും ഓരോ ഹോസ്പിറ്റലിലും ഉണ്ടാവുക. അവരെ കിടപ്പ് രോഗികൾ ഉണ്ടാവും, അല്ലാതെ സെൽഫായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രോഗികൾ ഉണ്ടാവും. അതേമാതിരി തന്നെ കിടപ്പല്ലാതെ തന്നെ മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടിയിട്ട്. സെക്കൻഡ് പേപ്പർ ആണ്. എനിക്ക് തോന്നുന്നത് ചാപ്റ്റേഴ്സിന്റെ 28 എന്നൊക്കെ ഉള്ളത് വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ആ നമ്പർ, അതായത് പേര് മാത്രം ഏത് ലെസൺ ആണോ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ലെസൺ മാത്രം എടുക്കാം. ചാപ്റ്ററിന്റെ നമ്പറൊക്കെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ചാപ്റ്റർ 2 എന്നൊക്കെയാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വ്യത്യസ്ത ലെസൺ ആയിട്ടുള്ള കിടക്കണമെങ്കിലും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ ഹെഡിങ് മാത്രം എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു നഴ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡ് ഒരുപാട് വർക്കേഴ്സ് ഏതൊരു ഹോസ്പിറ്റലിലും ഉണ്ടാവും. നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര് നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള രോഗികളായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ ഒരു ആവശ്യം അവിടെ വരുന്നത്. എന്താണ് സെൽഫായിട്ട് വർക്ക് രോഗികൾ ഉണ്ടാവും, സെൽഫായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. മീൻസ് മെഡിസിൻ മാത്രമൊക്കെ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഡയറക്ഷൻ മാത്രം കൊടുത്താൽ മതിയാവും. പക്ഷെ അല്ലാത്ത പേഴ്സൺസുകളും ഉണ്ട് അല്ലെ, ഒരുപാട് കിടപ്പ് രോഗികളൊക്കെ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നഴ്സുമാരുടെ ശുശ്രൂഷ കൂടുതലും അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഈ ആവശ്യകതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്ററിനും പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല അവരുടെ ഡ്യൂട്ടികളും കുറച്ച് വ്യത്യസ്തങ്ങളായ ഡ്യൂട്ടികളൊക്കെ ഉണ്ട് അല്ലെ. എന്താ പറയാ, നഴ്സുമാരുടെ ഫീൽഡിൽ വരുന്ന സൂപ്പർവൈസേഴ്സ് ഉണ്ട് അല്ലെ, അങ്ങനെ ഇൻചാർജുള്ള നഴ്സ് ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലേബലിൽ നഴ്സുമാരെ കാണാം ഇല്ലേ? കാണാറുണ്ടോ? ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ നഴ്സുമാരെല്ലാം ഓക്കെ. അപ്പൊ ഒരേ ലേബലിൽ തന്നെയല്ല, അവരുടെ ഡ്യൂട്ടി അനുസരിച്ചിട്ട് അവർക്ക് ഡെസിഗ്നേഷന് വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് അപ്പൊ അവരെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ that offers services which benefit the health and the well-being of people. എന്നാണ് അവിടെ പറയുന്നത്. അതായത് നമ്മുടെ ആളുകളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനൊക്കെ വേണ്ടി അവർക്ക് പ്രയോജനപ്പെടുന്ന സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു തൊഴിലാണ് എന്താ പറയുന്നത്, നഴ്സിംഗ് എന്ന് പറയുന്നത്. ആളുകളുടെ ആരോഗ്യം അല്ലെ, അതാണ് പ്രാധാന്യം. അവരുടെ സർവീസ് എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യം നല്ല ലെവലിലാക്കുക അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആരോഗ്യം കൈകാര്യം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് നഴ്സുമാർ ചെയ്യുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയറമെന്റ്. നമുക്കറിയാം ഒരു വലിയ പ്രധാനപ്പെട്ട നേതൃത്വ സ്ഥാനം വഹിക്കുന്നവരാണ് നഴ്സുമാർ അല്ലെ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു മികച്ച ആരോഗ്യ പരിരക്ഷാ പരിസ്ഥിതിയിലെ നേതൃത്വ സ്ഥാനം തന്നെയാണ് അവര് നിർവഹിക്കുന്നത് അല്ലെ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ഉണ്ട്. അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് ഇൻ കേസ് നമുക്കറിയാം അസിസ്റ്റന്റ് നഴ്സുമാരൊക്കെ ഉണ്ടാവും അല്ലെ. അതായത് ചില പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നഴ്സുമാരെ കൊണ്ട് മാത്രം പറ്റിയത് വരില്ല. അപ്പൊ അസിസ്റ്റന്റ് നഴ്സുമാരെയും കൂടി സഹായമൊക്കെ നേടിയിട്ടാണ് അവര് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ ഒരു ഡയറക്ഷനൊക്കെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് ഈ ഒരു അസിസ്റ്റന്റ് നഴ്സുമാരൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇൻ കേസ് നമുക്കറിയാം ഡോക്ടേഴ്സ് ഉണ്ട്, അവരോടൊപ്പം തന്നെ എന്താണ് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ കൈകാര്യം ചെയ്ത് ഇൻചാർജ് നഴ്സുമാരുണ്ടാവും, അവരുടെ കീഴിൽ നഴ്സുമാരുണ്ടാവും, അതിനുശേഷം അതിന് കീഴിൽ എന്താണ് അസിസ്റ്റന്റ് നഴ്സുമാരൊക്കെ ഉണ്ടാവും അല്ലെ.
അപ്പൊ നല്ലൊരു നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ഒരു നേഴ്സിംഗ് പൊസിഷൻ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള രോഗികൾക്കൊക്കെ നല്ലൊരു സേവനം നേടിയെടുക്കാനായിട്ട് അവരെ കരസ്ഥമാക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. The affection of administration refers to the collection of people who are in charge of making and applying laws and norms, or those in a leadership position who come for an important task such as staffing process. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ പൊസിഷൻ അല്ലെ ഭരണ നിർവഹണം റെഫർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ കളക്ഷൻ ഓഫ് പീപ്പിൾസ് സാധാരണയായിട്ട് നമുക്കറിയാം അത് നിയമങ്ങളും കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അത് ബാധകമാകുന്നത് ചുമതലയുള്ള ആളുകളുടെയൊക്കെ ശേഖരത്തെ സൂചിപ്പിക്കും. അതായത് അവരെ കൈകാര്യം ചെയ്യണം അല്ലെ. നമ്മള് ഒരു വലിയൊരു സ്ഥാപനമാണെങ്കിൽ ഒറ്റയടിക്ക് എല്ലാ വ്യക്തികളെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. ഒരാൾക്ക് അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കുമോ? ആയിരിക്കും അല്ലെ. അപ്പൊ അത് ആ വലിയൊരു ഉത്തരവാദിത്വത്തിന് എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ഏറ്റവും മുകളിലുള്ളവരെ, അതിന് താഴെ വർക്കേഴ്സ്, അതിനുശേഷം താഴെ അതിന് വർക്കേഴ്സ്, അങ്ങനെ ഒരു കോർഡിനേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വലിയൊരു ടാസ്കിനെ നമുക്ക് നന്നായിട്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ refers to the collection of people who are in charge of making and applying laws and norms അല്ലെ. അവിടെ നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ. For those in leadership position who come for important tasks such as ചിലരൊക്കെ നേതൃത്വ സ്ഥാനം വഹിച്ചിട്ടാണ് അവരുടെ കടമകളൊക്കെ നിർവഹിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള രീതിയിലാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ, ഈ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അതിന്റെ സേവനം അത് പൂർണ്ണമായിട്ട് നേടിയെടുക്കുന്നത്. അപ്പൊ അതില് വീണ്ടും പറയുന്നുണ്ട് സ്റ്റാഫിംഗ് പ്രോസസ് ഒക്കെയാണ്. അതായത് നമ്മളെ കണ്ടു അല്ലെ, ഒരു നഴ്സിംഗ് എന്ന ഫീൽഡിൽ പലതരത്തിലുള്ള വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നു അല്ലെ. അപ്പൊ സ്റ്റാഫിംഗ് മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെർച്ചിങ്, choosing, analyzing and creating working relationship with the present or future employees. ഇവിടെ സ്റ്റാഫിംഗ് എന്നൊക്കെ പറയുമ്പോൾ നഴ്സിംഗ് ഫീൽഡിൽ വന്നുകൊണ്ട് സ്റ്റാഫിംഗ് പറയുമ്പോൾ എന്താന്ന് കൺഫ്യൂഷൻ വേണ്ട. അതായത് സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ആൻസർ തന്നെയാണ്. അതായത് എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇതിന്റെ തൊഴിലാളികളെ അല്ലെ, എംപ്ലോയീസിനെ കണ്ടെത്താനും അതിൽ നിന്ന് നല്ല കൃത്യമായിട്ടുള്ള പേഴ്സണെ ചൂസ് ചെയ്യാനും അവരെ വിലയിരുത്തിയിട്ട് കറക്റ്റ് അല്ലെ വർക്കിംഗ് പ്ലേസിൽ തന്നെ അവർക്ക് ആ ഒരു വേക്കൻസി ഫിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. മീൻസ് കണ്ടിന്യൂസ് പ്രോസസ്, സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എംപ്ലോയീസ്. അപ്പൊ നിലവിലുള്ളതും അതായത് ഭാവിയിലേക്ക് വരാൻ പറ്റുന്നതുമായിട്ടുള്ള എംപ്ലോയീസ് അവരെ കണ്ടെത്തുന്നതും ചൂസ് ചെയ്യുന്നതും വിലയിരുത്തുക എന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം നിർവഹിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരുപാട് വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ്, ഇൻചാർജ് ഉള്ള നഴ്സുമാരുണ്ട്, സൂപ്പർവൈസിംഗ് പോസ്റ്റിലുള്ള നഴ്സുമാരുണ്ട്, ഡയറക്റ്റീവ് പൊസിഷനിലുള്ള നഴ്സുമാരുണ്ട്, സ്റ്റാഫ് നഴ്സ് ഉണ്ട്, അസിസ്റ്റന്റ് നഴ്സുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നഴ്സിംഗുകാരെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള വേക്കൻസികളാണ് രൂപം കൊള്ളുന്നത് അല്ലേ. അങ്ങനെയല്ലേ വേക്കൻസികൾ ഉണ്ടാവൂലേ? ഉണ്ടാവോ? ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയീസ്. അതായത് ഭാവിയിൽ വരാൻ ഉണ്ടാവുന്നതും നിലവിലുള്ളതുമായിട്ടുള്ള എംപ്ലോയീസിന്റെ അല്ലെ ആവശ്യകത അനുസരിച്ചിട്ട് അതിനെ സെർച്ച് ചെയ്ത് അത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിന് ശേഷം നമുക്കറിയാം സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടത്തി അതിൽ നിന്ന് ചൂസ് ചെയ്ത് അവരെ വിലയിരുത്തി നമ്മുടെ വേക്കൻസി ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് പ്രോസസ്സ് വീണ്ടും അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇൻവോൾവ്സ് മാൻപവർ പ്ലാനിംഗ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. അതായത് ഒരു വേക്കൻസി വരുമ്പോൾ അല്ലെ, അവിടെ ആ ഏത് വേക്കൻസി ആണോ ആ വേക്കൻസിയിൽ കൃത്യമായിട്ടുള്ള ഒരു പേഴ്സണെ നിയോഗിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് വിചാരിച്ച റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ആണോ? ഒരു എന്താ പറയുക, ഒരു ഡയറക്ടർ സ്ഥാനത്തിൽ കൊണ്ടുവന്ന് ഒരു സ്റ്റാഫ് നഴ്സിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവിടെ വേക്കൻസി ഫില്ലാവോ? അതായത് മതിയായ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുമോ?
ഇല്ല. എന്തുകൊണ്ടാ? ഡയറക്ടർ സ്ഥാനം വലിക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ മതിയായ എക്സ്പീരിയൻസ് ഒക്കെ വേണം അല്ലെ, മതിയായ നോളജും വേണം, മതിയായ എക്സ്പീരിയൻസ് ഒക്കെ വേണം അല്ലെ. ഒരു സ്റ്റാഫ് നഴ്സിനെ സംബന്ധിച്ച് അവർക്ക് എന്താണ്, അവര് ഒരുപാട് വർഷം എക്സ്പീരിയൻസ് കിട്ടി കുറച്ച് അല്ലെ കുറച്ച് നോളജ് ഒക്കെ സമ്പാദിച്ചാൽ മാത്രമാണ് ഡയറക്ടർ പൊസിഷനിലേക്കൊക്കെ പോകാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാഫിംഗ് പ്രോസസ് ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിംഗ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലെ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ നിയോഗിക്കുക എന്നുള്ളതാണ് എന്താന്ന് പറയുന്നത്, അത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു മാൻ പവർ പ്ലാനിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. That means the staffing process consists of identifying the type and amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. അതായത് ഇതിൽ വീണ്ടും എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, നഴ്സുമാരെ നിയോഗിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി എന്താണ് നഴ്സിംഗ് ഫീൽഡിൽ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കറക്റ്റ് പേഴ്സണെ തന്നെ കറക്റ്റ് പൊസിഷനിൽ നിയമിക്കേണ്ടതായിട്ടും വരും അല്ലെ. അപ്പൊ മതിയായ കിട്ടുന്ന ആപ്ലിക്കൻസിൽ നിന്ന് അല്ലെ, നമുക്ക് ലഭ്യമാകുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്തിട്ട് മാത്രമാണ് ആ ഒരു പൊസിഷനിലേക്ക് അവരെ നിയമിക്കാൻ സാധിക്കുള്ളൂ. തന്നെ പറയുന്നത് that means the staffing process consists of identifying the type and amount of nursing care needed by the patient. അപ്പൊ ഏത് തരത്തിലുള്ള പേഷ്യന്റ് ആണോ അല്ലെ, കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള നഴ്സിനെ ആണോ അല്ലെ, നിങ്ങൾക്കറിയാം എന്താണ് അസിസ്റ്റന്റ് സ്റ്റാഫിനെ ആണോ, അതല്ല എങ്കിൽ ഉള്ള നഴ്സുമാരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട വേക്കൻസിയാണോ വന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ആ ഒരു വേക്കൻസി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എന്താണ് ആ പേഷ്യന്റിന് അനുയോജ്യമായത് അല്ലെ, ഇൻ കേസ് പേഷ്യന്റിനെ കൂടി കൺസിഡർ ചെയ്തുള്ള വേക്കൻസി ആണെങ്കിൽ അത് ഏത് തരത്തിലുള്ള പേഷ്യന്റ് ആണ്. അപ്പൊ കിടപ്പ് രോഗികളെ പോലെയുള്ള പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് വേണ്ടി വരുന്ന അസിസ്റ്റന്റ് ആയിട്ടുള്ള നഴ്സുമാരെയായിരിക്കും അല്ലെ. ഈ കേസ് സ്റ്റാഫ് നഴ്സുമാരുടെ ആവശ്യകത ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ഏത് തരത്തിലുള്ള വേക്കൻസി ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് റൈറ്റ് പേഴ്സണെ കണ്ടെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് പ്രോസസ്സാണ് ഇതിനുള്ളത്, സ്റ്റാഫിംഗ് പ്രോസസ്സിലുള്ളത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ാണോ? ആർക്കെങ്കിലും ഒന്നും കൂടി പറയേണ്ടതുണ്ടോ? സ്റ്റാഫിംഗ് പ്രോസസ് നമുക്കൊന്നുകൂടി പറയാം. അതായത് നമുക്ക് പ്രത്യേകമായിട്ട് ഒന്നുകൂടി പറയാം. സ്റ്റാഫിംഗ് പ്രോസസ് ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിംഗ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. അതായത് ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളത് മനുഷ്യശക്തിയുടെ ആസൂത്രണം ചെയ്യുന്നതാണ്. അതായത് മനുഷ്യശക്തി എന്ന് പറയുന്ന മാൻ പവർ അല്ലെ, ആ മാൻ പവർ റിസോഴ്സസിൽ പ്രധാനമായിട്ടും വരുന്നത് ഏത് വേക്കൻസിയാണ് അല്ലെ, റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഏത് പൊസിഷനിലാണോ വേക്കൻസി വന്നിരിക്കുന്നത് അവിടെ ശരിയായ വ്യക്തിയെ തന്നെ നിയോഗിക്കണം, അതിന് അനുയോജ്യമായ പേഴ്സണെ കണ്ടെത്തി നിയോഗിക്കണം. നമ്മൾ ഒരു നഴ്സിംഗ് എന്ന ഫീൽഡിലേക്കാണ് ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചേക്കുന്നതെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും ഇല്ലേ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആപ്ലിക്കേഷൻസ് കിട്ടും, ഫ്രഷ് ആയിട്ടുള്ള കുറെ പേഴ്സൺസിന്റെ ആപ്ലിക്കേഷൻസ് കിട്ടും. എന്താണ് നമുക്ക് എന്താണ് ഒരു 6 month ഒക്കെ ഉള്ള ആപ്ലിക്കേഷൻസ്, അതായത് സ്റ്റാഫ് നഴ്സുകളെ പോലെയുള്ള ആപ്ലിക്കേഷൻ എല്ലാം ചോദിക്കണമെങ്കിൽ എന്താണ് അവർ അസിസ്റ്റന്റ് നഴ്സുമാരെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കിട്ടും അല്ലെ, നിങ്ങൾ നോക്കിയാലോ. ഇനി അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം എവിടെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്, ആ വേക്കൻസികൾ ഫിൽ ചെയ്യാനായിട്ട് മതിയായ പേഴ്സൺസിനെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് സ്റ്റാഫിംഗ് പ്രോസസ് ഇൻവോൾവ്സ് manpower planning to have the right person in the right position. ശരിയായ പൊസിഷനിൽ ശരിയായ സ്ഥലത്ത് ശരിയായ പേഴ്സണെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക എന്നുള്ള മാൻപവർ പ്ലാനിംഗ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ പറയുന്നത്. ഓക്കെയാണോ? ഫസ്റ്റ് സെന്റൻസ് ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് വീണ്ടും അത് തന്നെയാണ് എടുത്ത് പറയുന്നത്. അതായത് രോഗികളെയും കൂടി കൺസിഡർ ചെയ്തിട്ട് അല്ലെ, നമ്മൾ അടുത്തൊരു സെന്റൻസിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് staffing process consisted of identifying the
ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ നീഡഡ് ബൈ ദ പേഷ്യന്റ്. അതായത് പേഷ്യന്റിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള പേഷ്യൻസുകൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവാം അല്ലെ. അവിടെ എല്ലാ തരത്തിലുള്ള ചിലപ്പോ സെൽഫായിട്ട് കൈകാര്യം ചെയ്യുന്ന വലിയ നഴ്സുമാരുടെ പരിചരണം ആവശ്യമില്ലാത്ത ഒരു പേഷ്യൻസ് ഉണ്ടാവാം. പക്ഷെ കുറച്ചും കൂടി അല്ലെ നഴ്സുമാരുടെ കുറച്ചും കൂടി സമയമെടുത്ത് ശുശ്രൂഷ വേണ്ടി വരുന്ന കുറെ പേഷ്യൻസും ഉണ്ടാവാം. അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകത അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ. ഹോസ്പിറ്റലുകാർ അവരത് ശ്രദ്ധിക്കും. ഏത് വേക്കൻസിയാണോ ഒഴിഞ്ഞു വരുന്നത്, ഏത് നഴ്സിംഗ് വേക്കൻസിയാണ് കൂടുതൽ പേഷ്യന്റിന് കൂടുതൽ നഴ്സുമാരെ ആശ്രയിക്കേണ്ട തരത്തിലുള്ള അസിസ്റ്റന്റ് നഴ്സുമാരുടെ വേക്കൻസി ആണോ, അഥവാ സ്റ്റാഫ് നഴ്സിന്റെ വേക്കൻസി ആണോ, അഥവാ ഇവരെ ഡയറക്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന നഴ്സുമാരുടെ വേക്കൻസി ആണോ, അതെല്ലാം കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. That means the staffing process consists of identifying the type and the amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. പിന്നീടായിരിക്കും അവരെന്താണ് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് അനുയോജ്യമായ വ്യക്തികളെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആദ്യം തന്നെ പേഷ്യൻസുകൾക്ക് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ അനലൈസ് ചെയ്യണം. അതിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമുകളൊക്കെ സ്വീകരിക്കണം. ആപ്ലിക്കേഷൻ ഫോമുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, ഈ ആപ്ലിക്കേഷൻ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിലൊക്കെ ഈ പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണോ എന്ന് വിലയിരുത്തണം. അതല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ മറ്റു നഴ്സുമാരെ ഡയറക്റ്റ് ചെയ്യേണ്ട ഒരു വേക്കൻസിക്ക് ആണോ വന്നിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് വിലയിരുത്തണം. അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്തു കൊടുക്കുക. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്ന ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും വീണ്ടും ചെയ്യണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനില് നഴ്സുമാരെ കുറിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഒരു വലിയ സ്ഥാനം വഹിക്കുന്നവരാണ് അല്ലെ, ആരോഗ്യത്തിന് കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വമാണ് അവർക്കുള്ളതെന്നൊക്കെ പറഞ്ഞു. അവർക്ക് വേക്കൻസികൾ ഉണ്ടാവാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. വേക്കൻസികൾ വരുന്നത് എന്തായാലും പലതിനെയും ആശ്രയിച്ചായിരിക്കും. അതൊരു വലിയ ഒരു സ്റ്റാഫിംഗ് പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനം. ഇനി താഴേക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ എടുക്കാം. വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഫസ്റ്റ് പേജുകളിൽ മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് എന്താ പറയാ വളരെ സിമ്പിൾ ആണ്. ഈ ഒരു പൊസിഷനിലേക്ക് വന്ന ഹൈറാർക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നഴ്സിംഗ് എന്ന ഒരു ഫീൽഡിൽ പലതരത്തിലുള്ള വേക്കൻസികൾ വരുന്നത് എങ്ങനെയാണ്: നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ഇതൊക്കെ ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഡ്യൂട്ടീസിൽ നിന്നും റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഏത് നഴ്സിന്റെ ഡ്യൂട്ടിയാണ് ഇത്, ഏത് നഴ്സിന്റെ ഇതില് ലെവലിൽ വരുന്ന കാര്യമാണിത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് കാണാം. എനിവേ എന്താണ്, കുഴപ്പമില്ല. ഫസ്റ്റ് 1-2 പേജ് മാത്രം നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എന്താണ് നഴ്സിംഗ് ഫീൽഡിലേക്ക് എത്താനായിട്ടുള്ള ഒരു മാത്രമേ ഉള്ളൂ. ബാക്കി എളുപ്പമായിരിക്കും. പറഞ്ഞു തന്നെയാണ് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി പറയാനും ഉള്ളത്. അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഡയറക്റ്റ് കെയർ, ഇൻഡയറക്റ്റ് കെയർ ഒക്കെയാണ്. അതായത് പേഷ്യന്റിന്റെ ഡയറക്റ്റ് കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യകത, ഇൻഡയറക്റ്റ് കെയർ കൊടുക്കേണ്ട ആവശ്യകത, അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. നിങ്ങളൊന്ന് എന്താ പറയാ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇന്നത്തെ നമ്മൾ ICUയിലെയും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെയും എന്തെങ്കിലും ഭാഗങ്ങളുള്ള ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്, ഇല്ല. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആണ്. ഈ ഇൻട്രൊഡക്ഷൻ ഒന്നും കൂടി പറയുമോ? എന്തോ ഇൻട്രൊഡക്ഷൻ നഴ്സിംഗ് ഒന്നോ
Okay, nursing എന്ന് പറയുന്നത് nursing is a profession that offers a service which benefit the health and well-being of people. അതായത് ജനങ്ങളുടെ ആരോഗ്യം അല്ലെ അവരുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് എന്ന് പറയുന്നത് നഴ്സിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആ ഒരു നഴ്സിംഗ് ഫീൽഡിൽ നമുക്ക് ചിലപ്പോഴെപ്പോഴും പറയുന്നത് കേൾക്കാം എന്താണ് അവരെ സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്താൽ മതി എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് നഴ്സിംഗ് അത് നല്ല ബെറ്ററാന്ന് പറയാൻ പറ്റില്ല അല്ലെ. അത് പ്രാക്ടിക്കലി വേണം. രോഗികളോട് ഇടപഴകാനും അവരെ എന്താണ് സമന്വയത്തോടു കൂടിയിട്ട് മനസ്സിലാക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല സേവനം കാഴ്ചവെക്കാനും ആ ഫീൽഡിലുള്ളവര് തയ്യാറാവേണ്ടത് മസ്റ്റാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാ പറയുന്നത് ഇതൊരു പ്രൊഫഷൻ. ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് അല്ലെ ഈ നല്ലൊരു തൊഴിൽ എന്ന് പറയുന്നത് മറ്റുള്ള പീപ്പിളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു തൊഴിലാണ്. Nursing administration is a leadership position in a specific healthcare environment. ആ ഒരു ഹെൽത്ത് കെയർ അല്ലെ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന എൻവയോൺമെന്റിൽ എടുത്തു നോക്കുമ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ പറയുന്ന ഒരു നല്ല നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. The definition of administration refers to collection of people who are in charge of making and applying laws and norms or those in leadership position who come for important tasks such as in case നമ്മൾ മനസ്സിലാക്കുന്നതോളം ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വരുമ്പോൾ അല്ലെ അവരുടെ ഭരണ നിർവഹണം എന്നുള്ള കാര്യത്തിൽ റെഫർ ചെയ്യുമ്പോൾ അവിടെ എന്താണോ കുറെ മാനദണ്ഡങ്ങളും അല്ലെ ഒരു നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നല്ല ഒരു വെൽ അല്ലെ ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നല്ല വെൽ റണ്ണായിട്ട് പോകണമെങ്കിൽ കുറെ മാനദണ്ഡങ്ങളും എന്താണ് നിയമങ്ങളൊക്കെ പാലിച്ചു പോകണം അല്ലെ. എല്ലാ നഴ്സുമാരും അവരവർക്ക് തോന്നുന്ന മാതിരി ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ തോന്നുന്ന മാതിരി അവർക്ക് ഡ്യൂട്ടി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നല്ല ചുമതലയുള്ള ആളുകളെ അത് കൈകാര്യം ചെയ്യണം അല്ലെ. നല്ല നിർവഹണത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് അവിടെ നല്ല രീതിയിൽ സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ഭരണ നിർവഹണത്തിന്റെ നിർവചനത്തില് പ്രധാനമായിട്ടും പറയുന്നത് ഈ നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് കൈമാറ്റം ചെയ്തൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുത്ത് ലീഡർഷിപ്പ് അല്ലെ നേതൃത്വ സ്ഥാനം വഹിച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ പ്രധാനപ്പെട്ട ടാസ്കുകൾ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് പ്രോസസ് ഒക്കെ ഉണ്ട്. അതായത് ഏതൊക്കെ വേക്കൻസികളാണോ വേക്കൻസികൾക്ക് അനുസരിച്ചിട്ട് IT പേഴ്സൺ ഒക്കെ കണ്ടെത്തണം. എല്ലാവരെയും നമുക്കറിയാം നഴ്സിംഗ് ഫീൽഡിലുള്ള വർക്കേഴ്സ് തന്നെയാണ്. പക്ഷെ ഓരോ പൊസിഷൻ അനുസരിച്ചിട്ട് അവർക്ക് നേതൃത്വ സ്ഥാനമൊക്കെ അത് വഹിക്കേണ്ടതുണ്ട്. അത് നല്ല രീതിയിൽ ആ നിയമങ്ങളും മാനദണ്ഡങ്ങളും നിർവഹിച്ചു കൊണ്ടുപോയാൽ മാത്രമാണ് ആ ഒരു റിസൾട്ട് ഒരു സർവീസ് നല്ല രീതിയിൽ എല്ലാവർക്കും ലഭ്യമാക്കാനായിട്ട് സാധിക്കും. നമുക്ക് നെക്സ്റ്റ് അതിൽ പറയുന്ന മറ്റൊരു ഹെഡിങ് ആണ് സ്റ്റാഫിംഗ്. ഓക്കെ, സ്റ്റാഫിംഗ് പ്രോസസ്സും ഓക്കെ അല്ലേ? അത് വീണ്ടും പറയേണ്ടതുണ്ടോ? ക്ലിയർ ആയോ? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടതില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എന്തേ ഉള്ളൂ. നല്ലൊരു പൊസിഷൻ തന്നെയാണെന്നുള്ളതാണ് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അതിന് പക്ഷെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. സ്റ്റാഫിംഗ് പ്രോസസ് ഒക്കെ കാണും. ഓക്കെയാണ്, ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനി എന്തെങ്കിലും ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? No, ma'am. No, ma'am. Thank you. Thank you, ma'am. Thank you. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Thank you, ma'am. Thank you.